ഹലോ ഡേസ്, ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. ഈ ഒരു വർഷത്തിലെ ആദ്യത്തെ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ് ഇന്നുള്ളത്. ഇന്നലെ നമ്മളെ മാർക്കറ്റ് റെഡിൽ അടച്ചു. ഇന്നലെ ഫേസും ഡി ഐസും നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. ഇന്നലെ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം യൂറോപ്യൻ മാർക്കറ്റ് റെഡിൽ അടച്ചു. യു എസ് മാർക്കറ്റ് രണ്ടും നാസ്ഡാക്കും ഡോയും റെഡിലടച്ചു. ഇതിൽ നാസ്ഡാക്ക് 1% മുകളിലും ഡോ 0.25%-ൻ്റെയും ഫോള് ഉണ്ടായി എന്നുള്ളതാണ് പൊതുവേ നമുക്കൊരു ഒറ്റ നോട്ടത്തിൽ കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും ബേറിഷാണ്. ഇന്നലെ ഫെഡറൽ ഓപ്പൺ കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ യു എസിൽ പലിശ നിരക്ക് വർധനവ് കഴിഞ്ഞ 2 തവണയായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ മേലുള്ള ഒരു ഇവാലുവേഷൻ മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ പല മെമ്പേഴ്സും അഭിപ്രായപ്പെട്ടത് സാധനങ്ങളുടെ വില സ്ലൈറ്റ്ലി വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് വരും ദിവസങ്ങളിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനായിട്ടൊരു ട്രിഗർ ആയേക്കാം എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് യു എസ് മാർക്കറ്റ് ഇന്നലെ ഇടിഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇനി നമ്മളുടെ മാർക്കറ്റുള്ള ഓരോരോ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ള അവരുടെ ആക്ടിവിറ്റീസ് പരിശോധിക്കാം. 68% ലോങ്ങിൽ നിന്ന് 66%-ത്തിലേക്ക് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ലോങ് പൊസിഷൻ. ഷോർട്ട് പൊസിഷൻ 32-ൽ നിന്ന് 34-ലേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ് $2042 പെർ ഔൺസ്. ബ്രന്റ് ഓയിൽ 78.51. ഓസ്ട്രേലിയ റെഡിലാണ്. ചൈന ഫ്ലാറ്റാണ്. കോസ്പി കൊറിയൻ റെഡിലാണ്. നെക്കി ജപ്പാൻ മാർക്കറ്റ് 536 പോയിൻറ്റിൻ്റെ ഒരു ഫോൾ ഉണ്ടാക്കി നിൽക്കുകയാണ്. ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് 230 പോയിൻറ്റിൻ്റെ അഥവാ 1.5%-അടുത്ത് ഫോൾ ആയിട്ടുണ്ടായിരുന്നു. CAC 40 ഫ്രാൻസ് മാർക്കറ്റും സമാനമായ രീതിയിൽ 1.6%-ൻ്റെ ഫോള്. FTSE UK മാർക്കറ്റും 0.5%-ൻ്റെ ഫോള്. MOX റഷ്യൻ മാർക്കറ്റ് ഗ്രീനിലടച്ചു. ബിറ്റ് കോയിനിൽ 2 ദിവസം ഉണ്ടായ ശക്തമായ റാലിക്ക് ഇന്ന് ഒരു ഫോളാണ്, ശക്തമായ ഫോള്. $2265 ഇപ്പോൾ ഇടിഞ്ഞിരിക്കുകയാണ് ബിറ്റ് കോയിൻ. ഇന്ത്യ വിക്സ് ഇന്നലെ 14 ആയിരുന്നു. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഡോ ഫ്യൂച്ചർ പോസിറ്റീവ് ആണെങ്കിലും ഇന്നലെ ക്ലോസ് ആയ ഡോ ജോൺസും നാസ്ഡാക്കും റെഡിലടച്ചു. US വിക്സ് ഇന്നലെ 6% ഇടിഞ്ഞ് 11.52 ഇന്ത്യ വിക്സ് 14 അപ്പോൾ US വിക്സിനേക്കാൾ കൂടുതലാണ് ഇന്ത്യ വിക്സ്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ പ്രധാനമായിട്ടും IT കമ്പനിയായിട്ടുള്ള ഇൻഫോസിസ് റെഡിലടച്ചു. മറ്റൊരു IT കമ്പനിയായിട്ടുള്ള വിപ്രോ 2%-ൻ്റെ ഇടിവ് രേഖപ്പെടുത്തി. വിപ്രോക്ക് അവരുടെ മുൻ CFOക്കെതിരെയുള്ള കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ICICI ബാങ്ക് ഗ്രീനിലടച്ചു. HDFC ബാങ്ക് റെഡിലടച്ചു. ഡോക്ടർ റെഡ്ഡിയും റിലയൻസും റെഡിൽ ക്ലോസ് ചെയ്തു. US പ്രധാന ടെക്നോളജി കമ്പനീസിൽ ടെസ്റ്റിലൊക്കെ ഒരു ഡൗൺ ഗ്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നലെ. അതുകൊണ്ട് 4%-ൻ്റെ ഇടിവ്. ഇന്ത്യയിൽ 1.5%. മറ്റുള്ള കമ്പനീസെല്ലാം തന്നെ പൊതുവെ ബീറിഷായിരുന്നു. ആപ്പിളല്ല, ഗൂഗിളും നെറ്റ്ഫ്ലിക്സും മാത്രം ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. അപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് ആദ്യം തന്നെ റീഡ് ചെയ്യേണ്ടത് ഒരു ഓപ്ഷൻ സെല്ലറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ്. ഈവൻ ഓപ്ഷൻ ബയർ ആയാൽ പോലും ഇപ്പോൾ ഓപ്ഷൻ സെല്ലർ പുട്ട് ഷോർട്ട് ചെയ്യുന്നത് ബുള്ളിഷായിട്ടും കോള് ഷോർട്ട് ചെയ്യുന്നത് ബെയറിഷായിട്ടുമാണ് ഓപ്ഷൻ സെല്ലർ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോള് ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു കോൺട്രാക്റ്റ് അധികം ഷോർട്ട് കാണുന്നുണ്ടെങ്കിൽ അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ പുട്ടിൽ വളരെ ശക്തമായിട്ടൊരു സ്പെസിഫിക് കോൺട്രാക്റ്റ് അഡീഷണൽ ആഡ് ആയിട്ടുണ്ടെങ്കിൽ അതൊരു സപ്പോർട്ടായിട്ടും ആക്ട് ചെയ്യുമെന്നുള്ളതാണ് ഈ ഒരു OI, അതായത് ഓപ്ഷൻ അനാലിസിസ് പ്രകാരം ഇൻവെസ്റ്റേഴ്സ് നോക്കിക്കാണുന്നത്. നമുക്ക് നിഫ്റ്റിയുടെ നോക്കാം. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ് 21,500 സ്പോട്ട്. അതിനുശേഷം കാണാം കോൾ സൈഡിലേക്ക് നമുക്ക് വരാം. 21,600 നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ട്, നല്ല കോൾ റൈറ്റിംഗ് ഉണ്ട്. 21,700-ലും നല്ല കോൾ റൈറ്റിംഗ് ഉണ്ട്. 800-ലും കോൾ റൈറ്റിംഗ് ഉണ്ട്. 21,000 ഉണ്ട്. എന്നാൽ 22,000-ആണ് ഏറ്റവും സേഫായിട്ട് ആളുകൾ കരുതുന്നത് എന്നുള്ളൊരു പൊസിഷൻ. പുട്ട് സൈഡിലേക്ക് വരുമ്പോൾ 21,000 ഏറ്റവും അകലെ കാണുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഷോർട്ട് ചെയ്തിരിക്കുന്നത്. 21,000-ആണ്. അതിനർത്ഥം മറ്റുള്ള സ്ട്രൈക്കുകളിൽ പൊസിഷൻ ഇല്ല എന്നല്ല. ഏറ്റവും സേഫായിട്ട് ആളുകൾ കരുതി പോരുന്നത് 21,000, 22,000 എന്ന ഒരു ട്രേഡിംഗ് റേഞ്ചാണ്. ഏകദേശം ഒരു 1000 പോയിൻറ്റ് ട്രേഡിംഗ് റേഞ്ചാണ് നിഫ്റ്റിയിൽ ആളുകൾ
എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഹെഡ്ജ് ചെയ്തിട്ടുള്ള പൊസിഷനും കൂടി കൂട്ടിയിട്ടാണ്. ഇനി നമുക്ക് പ്രധാനമായിട്ടും പരിശോധിക്കേണ്ടതായിട്ട് നമ്മളുടെ മാർക്കറ്റിലുള്ള ഇന്ന് ലൈം ലൈനിലുള്ള സ്റ്റോക്കുകളുടെ വാർത്തകളാണ്. ഇൻഡസ്ഇൻഡ് ബാങ്ക് ടോട്ടൽ ഡെപ്പോസിറ്റ് 13% വർധനവ് ഉണ്ടായി എന്നുള്ള ന്യൂസ്. വേദാന്ത കമ്പനി ഇവരുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് ബോണ്ട് ഇഷ്യൂ ചെയ്ത് ക്യാപിറ്റൽ സമാഹരിക്കാൻ. അദാനി പോർട്ട് നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്ത് 5000 കോടി രൂപ അവർ സമാഹരിക്കുന്നുണ്ട്. എന്താണ് നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ്? തിരിച്ച് ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കാത്ത ഡിബഞ്ചേഴ്സാണ് നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ്. IEX ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ടോട്ടൽ ഇവരുടെ കൈകാര്യം ചെയ്യുന്ന വോളിയം 15% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡിഫൻസ് സെക്ടറിൽ ബന്ധപ്പെട്ടുള്ള ന്യൂസ്. ഇന്നലെ ഡിഫൻസ് സെക്രട്ടറിയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഈ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഒരു 45% ഡിഫൻസ് സെക്ടറിൻ്റെ ഓർഡറുകളെല്ലാം തന്നെ പ്രൈവറ്റ് സെക്ടറിൽ ആയിരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഡിഫൻസ് സെക്ടറിലുള്ള പ്രൈവറ്റ് കമ്പനീസിനെല്ലാം തന്നെ ശ്രദ്ധിക്കുക. ട്രൈയുടെ റിപ്പോർട്ട് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. എയർടെൽ അവർ ഏകദേശം 3.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ ആഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബറിൽ 13 ലക്ഷം സബ്സ്ക്രൈബറിനെ ആഡ് ചെയ്തിരുന്നു. ജിയോ 31 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ ആഡ് ചെയ്തു. ടോറൻറ്റ് പവർ ഗുജറാത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് 47,350 കോടി രൂപയുടെ ഒരു ഓർഡർ, ഒരു പുതിയ പ്രൊജക്റ്റ് അവർ ചെയ്യാനായിട്ട് ധാരണയായി. LICക്ക് മൾട്ടിപ്പിൾ GST ഓർഡറുകൾ, GST പെനാൽറ്റി ഓർഡറുകൾ കിട്ടിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. NHPC കമ്പനിയും ഗുജറാത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് 4000 കോടി രൂപയുടെ ഒരു പുതിയ പ്രൊജക്റ്റ് ചെയ്യാൻ ധാരണയായി. ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് ടോട്ടൽ ഡെപ്പോസിറ്റ് 30% വർധനവ്. ചമ്പൽ ഫെർട്ടിലൈസർ ഇവർ ഷെയർ ബൈബാക്ക് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ബോർഡ് മീറ്റിങ്ങിൽ അവരുടെ തീരുമാനങ്ങൾ അറിയിക്കും. PFC ഗുജറാത്തിൽ 250 കോടി രൂപയുടെ പുതിയ പ്രൊജക്റ്റ് തുടങ്ങുന്നു. സോഡിയാക് എനർജിയും 3000 കോടി രൂപയുടെ പുതിയ പ്രൊജക്റ്റ് ഗുജറാത്തിൽ തുടങ്ങുന്നു. സൂര്യരോഷിനി കമ്പനി 72 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് കിട്ടിയതായിട്ടുള്ള ന്യൂസുണ്ട്. മറ്റുള്ള ന്യൂസുകൾ വിപണി സമയത്ത് തന്നെ കിട്ടാനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ അതിൽ മാക്സിമം ന്യൂസുകൾ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. ഇനി നമുക്ക് ഗ്ലോബൽ ഈവൻറ്റുകൾ നോക്കാം. ഗ്ലോബൽ ഈവൻറ്റിൽ നമുക്കറിയാം, ഇപ്പോൾ ഓരോ രാജ്യങ്ങളിലും പ്രധാനമായിട്ടും US-ലും അതല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലും ഉണ്ടാകുന്ന ഈവൻറ്റ് നമ്മളെ നിഫ്റ്റിനെ ബാധിക്കും. നമ്മളൊരു ഓവർനൈറ്റ് പൊസിഷൻ എടുക്കുമ്പോൾ അതെടുക്കണോ വേണ്ടയോ എന്നുള്ളത് അതാത് ദിവസത്തെ ഈവൻറ്റുകൾ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഈവൻറ്റ് നോക്കാം. US-ൽ നിന്ന് ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം, ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ് ഇന്ന് വരുന്നുണ്ട്. യൂറോസോണിൻ്റെ PMI ഡേറ്റ, ജർമ്മനിയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ, UK-യുടെ PMI ഡേറ്റ ഇന്ന് വരുന്നുണ്ട്. നാളെ നോക്കുകയാണെങ്കിൽ US-ലെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റും യൂറോസോണിൻ്റെ CPI, UK-യുടെ കൺസ്ട്രക്ഷൻ PMI ഡേറ്റ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പൊസിഷൻസിലെല്ലാം തന്നെ ഹോൾഡ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. വിശദമായിട്ട് വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റായിട്ട് എത്താം. താങ്ക് യു. ബൈ ഓൾ.